ഏതോ കാട്ടിന്റെ ഉള്ളിലെല്ലാം കൊണ്ടുപോ നമ്മളാ ഗൈസ്. എന്തോ പറയാൻ വന്നെയാന്ന്. ഇവരെനിയിപ്പൊ നാടിന്റെ പേരിൽ തമ്മിത്തല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയുണ്ടല്ലോടി ഇങ്ങോട്ടിപ്പൊ നല്ലുണ്ട് കേട്ടാ. അപ്പൊ എന്താ തൂക്കുവാലത്തിലേക്ക് നമ്മള് കയറിത്ത വലിയ സ്റ്റെപ്പെല്ലാം കയറണ എന്റെ മോനെ. അയ്യോ നല്ല ബിരിയാണിയും തിന്ന് നാട്ടം പോലെ വെയിലത്ത് വന്നിന്. പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടാ. നോക്കി എന്തടേ ഫുൾ കാട്ടിലൂടെ വന്നിട്ട്, കാടെന്നൊന്നും പറയാൻ കഴിയില്ലേ, റോഡ് സൈഡിൽ തന്നെ കുറച്ച് ഉള്ളോട്ടായിട്ട് നല്ല രസമുണ്ട്. പക്ഷെങ്കില് ഭർത്താനം മറന്നു തുടങ്ങിയാലേ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ എന്നാട്ടെന്നെ കൊല്ലാൻ തുടങ്ങും. രണ്ടടേ ഞാൻ വരുന്നില്ല, എനക്ക് ജീവനിലെ കൊതിയുണ്ട്. അപ്പൊ വലത് കാല് വെച്ച് നമ്മള് കേറുന്നു. ആടുന്നില്ല. ഓ ആട്ടിത്തറ ഒരുത്തന്നെ ആടുന്ന് തുള്ളുന്നു. ഷെഫീക്ക നീ നടക്ക്. ഷെഫീക്ക ഓ നീ നടക്കുമല്ലോ. ഷെഫീക്ക അല്ലാതെ ഞങ്ങൾ പൊട്ടി നടക്ക്. എടാ നീ തമാശ കളിക്കല്ലടാ, എനിക്ക് നീന്താൻ അറിഞ്ഞൂടാടാ. എടാ എനിക്ക് നീന്താൻ അറിയില്ല. എന്റെ അണക്കെട്ട് പോയെന്ന് ഞാൻ കൊറച്ചേരം കന്നാസായിട്ട് തുള്ളിയതല്ല. ഗായ്സ് ഞാനങ്ങനെ ഈ വെള്ളത്തിൽ വീണ് ചത്തിനെങ്കിൽ ഈ വീഡിയോ തെളിവാണ്. ഇവനാണ് കൊലയാളി. അപ്പൊ എന്താ നല്ല പുഴ നോക്കിയാട്ടെ നമ്മളെ. ഇതാട്ടെ ഈ മലയോര പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊക്കെ ഇതാണ്. എന്താ എന്ത് പറ്റി രമണ? അങ്ങനെ മുറുകെ പിടിച്ച് നിന്നോ? ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നോ? പേടിയില്ല ഏട്ടാ. നമ്മൾ എന്തുണ്ടായാലും നമ്മൾ അഭിനയിക്കുന്നു. രമണി ഏത് രമണി? ഇവിടെ കുളിക്കടവില് രമണിയൊന്നും ഇല്ല, രമണന്മാരേ ഉള്ളു. നിങ്ങൾ എന്നെ കാണൂ ഗായ്സ്. ഹെൽമെറ്റ് തിരക്കിന് വന്നപ്പോ ഞാൻ ഹെൽമെറ്റ് ഊരിയൊക്കെ മറന്നു പോയിട്ടുണ്ടേ. തൂക്കുമേലത്തിന്റെ മുകളിലുള്ള കാഴ്ച കേട്ടാ, നല്ല രസില്ലേ. ആദ്യം കുളിക്കാൻ ഫോണ് താഴെപ്പോ. കണ്ണീര് തുടച്ചു പറയും പേടിയില്ല. കരഞ്ഞ് ബഹളം വെച്ച് ചിരിച്ചിട്ട് കരഞ്ഞല്ല. കൊഴപ്പൊന്നുമില്ലല്ലോ. ഞാനില്ലേ, ഞാൻ തോട്ടുമ്പോ നടന്നിട്ട് വന്നോളാം. പുഴയില് എന്തിനീ വേണ്ട തുള്ളിക്കോ. ഈടെ കുളിക്കുന്നില്ല അവൻ. എനക്ക് പേടിയൊന്നുമില്ല. നിങ്ങളെ പോലെ ഒന്നല്ല. എനിക്ക് പേടിയില്ല ഗൈസ്. ആടെ നോക്കിട്ട് ആടെ ഇറങ്ങാം നമുക്ക് കേട്ടാ. ഷെഫിക്ക പാലം കുലുക്കുന്നു. ഷെഫിക്കായി ഇറങ്ങ്. നമ്മളങ്ങോട്ടേ ഒരു പൈപ്പ് പോലത്തെ സാധനം പറിക്കാനല്ല പില്ലർ കാണിച്ചിരുന്ന തൂക്കുപാലത്തിന്റെ ആ കയറ് ഈ അറ്റത്താണ് കേട്ടോ. കാണുന്നുണ്ടോ? അല്ല തലക്കടിക്കും നമ്മൾ ഗായ്സ്. തിരിച്ചു വന്നു. ഇവരെന്നെ പുഴയിലിറക്കിയില്ല. പുഴയില് നീന്താൻ അറിയില്ല. നീന്താൻ അറിയില്ല. എന്നാലും കുറച്ചെല്ലാം അറിയാം. ഷാജിമാമനെ പഠിപ്പിച്ചു. മുതലേ ഉണ്ടാവും. ഷാജിമാമനെ പ്രൊമോഷൻ ചെയ്ത ഷാജിമാമൻ ഒരു ഹായ് പറയൂ. നമ്മളെ ഇവിടുന്ന് പോവാൻ വിടൂലോന്ന്. എടാ ഇതെന്നാ തിരിച്ചു പോകുന്ന സ്ഥലത്ത് കണ്ടേന്ന്. ഇതെന്നാ പക്ഷി സങ്കേത ഇപ്പില്ലേ? ഓ കാട്ടിലൂടെ കൊണ്ടിപ്പോ ഇപ്പന്നെ ഉറുമ്പ് കടിച്ചിനത്രേ പണ്ടാരെ.
തങ്കടേ ഓരോ ഇടയിലും നമ്മളെ കൊണ്ടുവന്ന്. ഓ ഇപ്പൊ നീ എനക്ക് കൂട്ടായി ഷെപ്പിക്കേ ഹെൽമെറ്റ്. എന്താണേ ഇതെല്ലോ തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. ഏട്ടാ നേരം നോക്കി നടന്നോളണം, എന്തെങ്കിലും ഉണ്ടാവും. ഭയങ്കര കാടാണ്. രണ്ടടേ അയ്യോ ടപ്പാ നല്ല രസമുണ്ട് കേട്ടാ. അയ്യോ നല്ല തണുപ്പല്ലേ, ഇത്രയും നേരം നല്ല ചൂടായിട്ട് ഇപ്പൊ പെട്ടെന്ന് തണുപ്പ് കിട്ടിയപ്പോ സുഖം. തോട്ടിൽ വെള്ളമൊന്നും ഇല്ലടാ. അതാണ് ഹൈവ. പണ്ട് മങ്ങരയില്ല, അപ്പൊ ഇങ്ങനെ പോക്കുണ്ട്. എന്റെ അമ്മ പന്നി അതിലേ വയ്യണ്ട് എന്നിട്ട് ഓ നമ്മൾ ഇതിലെ കൂടി കേറ്റി ചിരി നോക്കന്നിട്ട് കുഞ്ഞുമോ എടാ എനക്ക് കയറാൻ കഴിയില്ല. ഇതിലേക്കൂടി നല്ല ഞാൻ ഏട്ടൻ ബുദ്ധിയില്ലത് അതാ അതിലേ കയറി വന്ന് നമ്മളെ പറ്റിച്ചു. കുരിപ്പ് കാല. അയ്യോ തുള്ളിച്ചാടി പോന്ന് പുല്ലെല്ലാം വായിലേക്കാ വരുന്നത്. അയ്യവാ സൂപ്പർ. പൈസ വന്നോ? പൈസ വന്നോ? എത്ര പൈസ വന്നേ എന്ന് വെച്ചോട്ടെ? രണ്ടോട്ടാവും. യൂട്യൂബിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും വരും. ഷെഫീഖിന്റെ തള്ളുകൾ. ഷെഫീഖ നല്ല തണുപ്പ് കണ്ടോ? വെള്ളം പോയ സൈഡില് പിന്നെ ഉറവില്ലാണ്ട് അല്ലേ? നടക്ക്. ഇനി ഞാൻ വരുന്ന വെയിലിൽ കൂടെ തന്നെ വരണം കേട്ടോ. ഇല്ല നായിട്ടാ ഇല്ല വരൂല. ശരിക്കും ഇതിലേ കൂടെ പോകേണ്ടി വന്നോ? വേണ്ട ഇതിലേ പോ. പണ്ട് ഞാനും ചങ്ങായിമാരും സ്കൂളിൽ നടന്നേരും ഇതുപോലെ ഞാൻ വളച്ചു കെട്ടി കൊണ്ടുപോകും. അതുപോലെ നീ എന്നെ കൊണ്ടുവന്നേ. അല്ല ഇനിയല്ലോ സ്കൂളിൽ പോ പഠിക്കാന്നല്ല പോന്നെ. സാധനാണ് ഇത്രയും നല്ല വെയിൽ വെച്ചിട്ടാണ്. എവിടെയുണ്ടാവല്ലേ? ഇവിടെ ഇങ്ങനെ നീച്ച് പോയാലേ കുളിക്കാൻ പോകുന്നവരെ മാത്രം പിടിക്കും. നിനക്ക് പേടിക്കണ്ടല്ലോ. അല്ല ഇവൻ കുളിക്കില്ലല്ലോ, ഇതിന് വെള്ളം അലർച്ചി. അയ്യോ എന്റെ കടപ്പ് നോക്കിന്നെ. നല്ല കവാടെല്ലാം ഉണ്ട് കേട്ടോ. 3 കിലോമീറ്ററില് നടന്നേ. റോഡ് സൈഡിലുള്ള ഒരു ഷെഫീഖ് പറയുന്ന പക്ഷി സങ്കേതാന്നെല്ലാം പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പൊ വൈൻഡപ്പ് ആയിട്ടില്ല, നിന്നെ വൈൻഡപ്പ് ആക്കുന്ന അമ്മ എന്തെല്ലാം പേരുമായിരിക്കും. തൂക്കുപാലത്ത് കയറി കരഞ്ഞ ഒരേ ഒരു വ്യക്തിയാണിത്. പിന്നെ പുഴയിലിറക്കാത്തതിനെന്താ പറഞ്ഞ? ആരും നീന്താൻ പഠിപ്പിച്ചു. ഞാനും ഷാജി പാപ്പൻ. ഷാജി പാപ്പനൊരു ഹായ് പറയണം എന്തായാലും. അപ്പോ